എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാണ്. പിള്ളേരിപ്പോൾ അമ്മ പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കരയുക. വീട്ടിലിരുന്നാലും അവർ ഭയങ്കര വിഷമത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ്. അവർക്ക് എന്നെ ഒരുപാട് മാനസികമായിട്ടും അല്ലാതെയൊക്കെ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ. അപ്പോൾ ആ സാബു ജേക്കബ് എന്ന വ്യക്തി എന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരെ പറ്റി ഒരുപാട് നുണകളും ഒക്കെ പറയുന്നൊരു വ്യക്തിയാണ്, ഇല്ലായ്മകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നുണകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റി അത് സത്യമല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പഞ്ചായത്തിൽ നിന്ന് ഇനിയും രാജികൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനിയും രാജികൾ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ പേടിച്ചിട്ട് പുറമെ പറയാതിരിക്കുന്നതാണ്. അപ്പോൾ 1-2 സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രാജി പ്രതീക്ഷിക്കാന്നുള്ളത്. VP സജീന്ദ്രന്റെ നേതൃത്വത്തിൽ ഡീല് നടന്നു എന്ന് പറയുന്നു. എന്തായിരിക്കും അദ്ദേഹം ഈ മുൻ MLA VP സജീന്ദ്രന്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു എന്ത് കാര്യത്തിന് വേണ്ടി ആയിരിക്കാം പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചത്? VP സജീന്ദ്രൻ വേറൊന്നുമല്ല, അത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതായത് അവർ പറയണത് അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയായിരുന്നു. കിഴക്കമ്പലത്ത് തന്നെ ഒരു സേവന എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വിളിച്ചു കൂട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ഒരിക്കലും കയറി വരരുത്, എന്താണ് ശ്രീനിജനെ കരുവാക്കിയിട്ട് നമുക്ക് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കണം എന്നുള്ളൊരു ഇതാണ് അവർ അന്ന് പറഞ്ഞത്. അതിന് എത്ര രൂപ വേണമെങ്കിലും അവർ കൊടുത്തേക്കാം, എത്ര മദ്യം വേണമെങ്കിലും അവർ ഒഴുക്കിയേക്കാം എന്നാണ് പറഞ്ഞേക്കണത്. ഇലക്ഷന് വേണ്ടിയിട്ട്. അതായത് ഈ പ്രാവശ്യം എന്താണ് ശ്രീനിജനെ കരുവാക്കിയിട്ട് സജീന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി അവർ എത്ര രൂപ വേണമെങ്കിലും ഇറക്കിയേക്കണം എന്ന് പറഞ്ഞത്. അതായിരിക്കാം, പറയാൻ പറ്റില്ല. ഈ പുതിയ ഇപ്പൊ മത്സരിക്കുന്ന ഈ BJP മുന്നണി സ്ഥാനാർത്ഥി ബാബു ദിവാകരനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ആ പുള്ളി എന്നെ പോലെ തന്നെ പെട്ടുപോയതാ. ആ പുള്ളി ഡീലിൽ മറിഞ്ഞാണെങ്കിൽ അത് ഭാവിയിൽ അത് ആ പുള്ളിനെ അനുഭവിക്കും. ആ പുള്ളിനെ ഇതേപോലെ രാജിവെച്ച് പോകാൻ ചാൻസ് ഉണ്ട്.